പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് ഈ പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെ ഒന്നിച്ച് നമുക്ക് കൂടാൻ കഴിഞ്ഞല്ലോ. ആം, ആ, ചെറിയ ടെക്നിക്കൽ എറർ ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ, അതൊരു വിഷയമല്ല. വീഡിയോ ഒന്നും ഓണാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഓക്കെ. നമ്മൾ ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് സന്തോഷത്തോടെ പുതിയ വർഷത്തിലേക്ക് കടക്കാം. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും ഒക്കെ ഒത്തിരി ഉത്സാഹം തന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു ചിന്ത, ഒരു പഴയ ഒരു ഹിമ്മുണ്ട്, ഒരു സോങ് ഉണ്ട്. അമേരിക്കയിലുണ്ടായിരുന്ന തോമസ് ചിസോം എഴുതിയ ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദൈവം വിശ്വസ്തനായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. നമുക്ക് കഴിയാത്തതിന് മീതെ പരീക്ഷ തരുന്ന ദൈവമല്ല. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നമുക്ക് വന്നിട്ടില്ല. ദൈവം വിശ്വസ്തൻ. കഴിയുന്നതിന് മീതെ പരീക്ഷ ദൈവം തരുന്ന ദൈവമല്ല. ഒന്ന്, ഈ വർഷത്തിന്റെ ആരംഭത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഒത്തിരി കർത്താവിനെ നന്ദി പറയാനും കർത്താവിനെ സ്തുതിക്കാനും നമുക്ക് വകയുണ്ട്. അതിനകത്ത് ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത, ചേഞ്ച് ചെയ്യാത്ത, സ്റ്റെഡ്ഫാസ്റ്റ് ആയിട്ടുള്ള. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് ഒരിക്കലും മാറ്റമില്ല. ആ വാക്ക് ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ തന്നെ തുടരട്ടെ. ദൈവം ഒത്തിരി വിശ്വസ്തനായിരുന്നു. ദൈവം വാക്ക് പറഞ്ഞത് മാറിയിട്ടില്ല. നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ക്യാരക്ടറാണ്. നമ്മൾ പലപ്പോഴും സാക്ഷ്യത്തിൽ ഇന്ന് തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടു, നമ്മൾ അവിശ്വസ്തരായിരുന്നപ്പോഴും ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റമില്ല. ഒരു കാര്യം പറഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും, അവസാനം വരെ ഉറച്ചു നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകത്തില്ല. ഇന്നൊരു രാവിലെ ഒരു കാര്യം പറയും, വൈകുന്നേരം വേറെന്ന് പറയും, പിറ്റേ ദിവസം മാറ്റി പറയും. അങ്ങനെയല്ല, ദൈവം വിശ്വസ്തനായിരുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യമായിട്ട് ആരംഭത്തിന് ഞാൻ പറയട്ടെ, കർത്താവ് എനിക്ക് വിശ്വസ്തനായിരുന്നു. ഞാൻ പല സാഹചര്യങ്ങളിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഹൗ ഇറ്റ്സ് പോസിബിൾ, ഇതെങ്ങനെ എന്നെ കൊണ്ട് കഴിയും എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നു. ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വായിക്കുന്ന വാക്യം ഇങ്ങനെ ഉണ്ടല്ലോ, ആ പാട്ട് എന്നെ ഈ ദിവസങ്ങൾ ഒത്തിരി ഉത്സാഹിപ്പിച്ചു. നമുക്കറിയാവുന്ന മനോഹരമായ ഒരു പാട്ടാണ്, ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. സാഹചര്യങ്ങൾ മാറുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, സമ്മർ വരുമ്പോൾ, വിന്റർ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിൽ വ്യത്യാസമൊക്കെ വരുമ്പോൾ ദൈവം വിശ്വസ്തനായിരുന്നു. എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും, നമ്മുടെ കർത്താവ് വിശ്വസ്തനായിരുന്നു. കർത്താവിന്റെ വിശ്വസ്തതയെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുവാൻ. എനിക്കറിയാം, നിങ്ങളവിടെ ഇരിക്കുന്ന ഈ ടെക്നിക്കൽ എററൊക്കെ വന്നപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ അല്പം ഒന്ന് പോയി. പക്ഷെ നിങ്ങളെല്ലാം ഉത്സാഹം കണ്ടു. ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ, സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. പറഞ്ഞാട്ടെ, ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അവനോട് ഒരിക്കലും ദൈവത്തിനൊരു വ്യത്യാസമില്ല. അവന് ചേഞ്ച് ആകാനായിട്ട് ദൈവത്തിന് കഴിയുകയില്ല. ഞാൻ നമ്മുടെ ഈ വർഷത്തെ തീം തന്നെ വിശ്വാസവും അതോറിറ്റിയും എന്നുള്ളതാണല്ലോ. വിശ്വാസവും അതോറിറ്റിയും. ഈ വിശ്വാസം എന്ന വാക്ക് ഗ്രീക്കില് അതിന്റെ ഒരു ഫോമാണ് ഈ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത്, വിശ്വസ്തത എന്ന് പറയുന്നത്. ഞാൻ ഈ വിശ്വാസത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയും ഹൃദയത്തില് മെസ്സേജ് പറയാനായിട്ട് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവം വിശ്വാസ വീരന്മാരെ കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടെങ്കിലും, അബ്രഹാം വിശ്വാസ വീരനായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും, എന്നെ ഏറ്റവും വിശ്വാസത്തിൽ ചിന്തിപ്പിക്കുകയും ഈ ദിവസങ്ങളിൽ എനിക്ക് ഉത്സാഹം ചെയ്ത ഒരു വ്യക്തി, നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പലരെ കുറിച്ച് പറയാൻ സമയം പോരാ. അതിൽ ഒരാള് ജിപ്താഹ്, ഗിദയോന്, പിന്നീട് പറയുകയാണ് ദാവീദിനെ കുറിച്ച് പറയുക. എനിക്ക് ദാവീദിനെ കുറിച്ച് ഇവരെ കുറിച്ചൊന്നും പറയാൻ ഇനിയും വാക്കുകളിൽ സമയം പോരാ എന്ന് പറയുകയാണ്. ദാവീദ് ഇതിന്റെ വിശ്വാസം
അചഞ്ചലമായ വിശ്വാസമായിരുന്നു ദാവീദിന്റെ ജീവിതത്തിലുള്ളത്. ഈ പുതിയ വർഷത്തിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. ദൈവം വിശ്വസ്തനാണ്. ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ആമേൻ. ഞാന് മാറ്റമില്ലാത്തവനാണ്, മാറാത്തവനാണ് ദൈവം. അപ്പൊ ദാവീദിനെ കുറിച്ച് ഞാൻ ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്റെ ഹൃദയത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിക്കാൻ ഇടയായി. നമുക്കറിയാവുന്ന സങ്കീർത്തനമാണ് 27-ാം സങ്കീർത്തനത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കാൻ, എനിക്കറിയാൻ സമയമില്ല. അത് ഇങ്ങനെയാണ്. ദാവീദ് പറയാണ്, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ദാവീദിനെ സംബന്ധിച്ച് ഞാൻ ദാവീദിന്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉത്സാഹം തരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ദാവീദ് താൻ യുദ്ധം ചെയ്ത എല്ലാ യുദ്ധങ്ങളും താൻ ജയിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു യുദ്ധത്തിലും ദാവീദ് പരാജയപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അചഞ്ചലമായ ദൈവത്തിലുള്ള വിശ്വാസവും ഉറപ്പും ദാവീദിനുണ്ടായിരുന്നു. ദാവീദിന്റെ സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചൊക്കെ ഈ ദാവീദിന്റെ കുലത്തിലാണ് യേശു ജനിക്കുകയും യേശുവിനെ കുറിച്ച് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ദാവീദ് പുത്ര എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ എബ്രായ ലേഖനത്തിൽ, നമ്മൾ വെളിപ്പാട് ദിവസത്തിൽ വായിക്കുന്നുണ്ട്, ദാവീദിന്റെ താക്കോല് കയ്യിലുള്ളവൻ. ദാവീദിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള തന്റെ വിശ്വസ്തതയും പുലർത്തിയ ഒരു ധീരനായ വ്യക്തിയായിരുന്നു ദാവീദ്. തന്റെ ജീവിതത്തിൽ ദാവീദ് ഫിസിക്കലായിട്ട് ചെയ്ത എല്ലാ യുദ്ധത്തിലും താൻ ജയാളിയായിരുന്നു. ദാവീദ് ഈ സങ്കീർത്തനം 27 പറയുകയാണ്, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ വിശ്വസ്തനായ, ഫെയ്ത്ത്ഫുള്ളായ ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്, ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പുണ്ട്, നമ്മൾ ഭയങ്കര ധൈര്യമുള്ളവരായിരിക്കണം. വിശ്വാസമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ധൈര്യമുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസിലൻഡിലുള്ള ഷൈജു ഇങ്ങനെ വിളിച്ച് ഞങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് ഷെയർ ചെയ്തപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, സീച്ചാന്റെ ബ്രദർ സാവുച്ചായനിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ, സാവുച്ചാൻ ഭയങ്കര വിശ്വാസമുള്ളവനായിരുന്നു. എനിക്കിപ്പോഴത് മനസ്സിലാകുന്നത്. കാരണം എന്ന് ചോദിച്ചാൽ, ഒരു പേടിയില്ലായിരുന്നു. ഏത് സാഹചര്യം വന്നാലും ഏത് പ്രശ്നം വന്നാലും ഭയങ്കര ധൈര്യമായിരുന്നു. ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറയുകയാണ്, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? വിശ്വാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ഭയമില്ലാത്തവനാണ്. ദാവീദിന്റെ സങ്കീർത്തനങ്ങളിലൊക്കെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ദാവീദ് പറയുന്നത്, അവന്റെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയുമാണ്. ദൈവത്തിന്റെ വിശ്വസ്തത വലിയതാണ്. ദാവീദിന് ഒരു കാര്യം അറിയാം, തന്നെ വിളിച്ച ദൈവം, തന്നെ മുന്നോട്ട്, ദാവീദിന്റെ ചരിത്രം ഞാൻ വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചിന്തിക്കും ഈ ന്യൂ ഇയറിൽ പിന്നെ ഈ ദാവീദിന്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തിനാണെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, വിശ്വാസത്തിൽ അചഞ്ചലനായിട്ട് താൻ ചെയ്ത ഒരു യുദ്ധവും പരാജയപ്പെടാതെ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും സാഹചര്യങ്ങളുടെ നടുവിൽ ചേഞ്ച് ഇല്ലാത്തവനായിട്ട് ഉറച്ചു നിന്ന വ്യക്തിയാണ് ദാവീദ്. അതുകൊണ്ടാണ് ദാവീദിന്റെ പല സങ്കീർത്തനങ്ങളും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളായിരുന്നു. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറയാ, എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. അത്രയ്ക്ക് അചഞ്ചലമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വാസമുള്ളവനായിരുന്നു ദാവീദ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറയട്ടെ, വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിലുള്ള അചഞ്ചലമായ ഉറപ്പും ധൈര്യവുമാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ സാഹചര്യങ്ങളിൽ, വിശ്വാസത്തിന്റെ പരിശോധനകളിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ട് കഴിയും. നമ്മൾ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവുമില്ലാതെ നിൽക്കുക, നമുക്കൊരു ചേഞ്ച് ഇല്ലാതെ നിൽക്കുക. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ വിശ്വസ്തത. കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തെ എടുത്തു നോക്കിയാൽ ദൈവം എത്ര വിശ്വസ്തനായിരുന്നു. കഴിയുന്നതിന് മീതെ പരീക്ഷ ദൈവം നമുക്ക് തന്നിട്ടില്ല.
എനിക്കറിയാം അനേകം വലിയ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ പോയിട്ടുണ്ട്. എന്നാലും ഞാൻ വിശ്വസിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന് കഴിയുന്നതിന് മീതെ ദൈവം പരീക്ഷ തരത്തില്ല. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം ഒരിക്കലും, ദൈവത്തെ കുറിച്ച് പറയുന്നത്, ദൈവത്തിന്റെ സ്വഭാവം മാറാനായിട്ട് കഴിയുകയില്ല. ഇന്നൊന്ന് പറഞ്ഞു നാളെ വേറൊന്ന് മാറ്റി പറയത്തില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ പുതിയ വർഷത്തിൽ ഒത്തിരി റെസൊല്യൂഷൻ ഒക്കെ എടുക്കും. എന്നാൽ വി ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ ടു ദാറ്റ് റെസൊല്യൂഷൻ. അചഞ്ചലമായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ദൈവശക്തി ദൈവം നമുക്ക് തരും. ദാവീദിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ ദാവീദ് പറയുകയാണ്, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ഒരു യുദ്ധം പോലും പരാജയപ്പെട്ടില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എങ്ങനെ ഒരു യുദ്ധം പോലും പരാജയപ്പെടാതെ താൻ ചെയ്ത ഫിസിക്കൽ യുദ്ധങ്ങളെല്ലാം ദാവീദ് ജയിച്ചു. എന്നാൽ തന്റെ ജീവിതത്തിൽ ആത്മീയമായ 2 വിഷയത്തിൽ താൻ പരാജയപ്പെട്ടെങ്കിലും താൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന ചരിത്രം നമുക്കറിയാം. ദാവീദ് ഒരു ശക്തനായ വിശ്വാസ വീരനായിരുന്നു. നമുക്കറിയാം ദാവീദ് വിശ്വാസ വീരനാണെന്ന് പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, തന്റെ തുടക്കം മുതൽ തന്റെ ജീവിതം അവസാനിക്കുമ്പോൾ വരെ ആ ഫെയ്ത്ത്ഫുൾനെസ് നിലനിൽക്കുവാൻ ദാവീദിന് കഴിഞ്ഞു. എന്നാൽ ദാവീദിന്റെ മകൻ ശലോമോനെ കുറിച്ച് നമ്മൾ വായിച്ചറിയാം. തുടക്കം നല്ലതായിരുന്നെങ്കിലും വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ശലോമോന്റെ പേരില്ല. കാരണം അന്ത്യത്തിൽ താൻ പതറിപ്പോയി, അന്ത്യത്തിൽ താൻ ഫെയ്ത്ത്ഫുൾ അല്ലാതെ പോയി. ദൈവത്തെ വിട്ടുമാറുന്ന അവസ്ഥയിലേക്ക് ശലോമോന്റെ ജീവിതം അവസാനിച്ചപ്പോൾ ദാവീദിനെ സംബന്ധിച്ച് താൻ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ദാവീദ് നടത്തുന്നുണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദാവീദിനറിയാം, ഞാൻ വിളിക്കുന്ന ദൈവം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ഒരു കർത്താവാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വർഷം നമ്മളെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെയും അതോറിറ്റിയുടെയും ഒരു വർഷമാണ്. ദാവീദിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ അറിയാം, ഇസ്രായേൽ മക്കളൊക്കെ ശൗല് രാജാവായിട്ടിരിക്കുന്ന സമയത്ത് ഫെലിസ്ത്യര് വെല്ലുവിളിക്കുമ്പോൾ ശൗല് വളരെ കഴിവുള്ളവനും വളരെ പൊക്കമുള്ളവനും സൗന്ദര്യമുള്ളവനും യുദ്ധം ചെയ്ത് ശീലിച്ചവനൊക്കെയാ. എന്നാൽ ഇസ്രായേൽ മക്കള് ഫെലിസ്ത്യര് വെല്ലുവിളിക്കുമ്പോൾ പേടിച്ചരണ്ടിരിക്കുക. അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യമേ ഇതുള്ളൂ. ദാവീദിനെ ഇശായി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ പോയി നിന്റെ സഹോദരങ്ങളുടെ സൗഖ്യമെന്ന് ഒന്ന് തിരക്കിയിട്ട് വാ എന്ന് പറഞ്ഞു ദാവീദിനെ വിടുമ്പോൾ ദാവീദ് കാണുന്ന കാഴ്ച എന്നാന്ന് ചോദിച്ചാൽ, ഫെലിസ്ത്യ മല്ലൻ ഇറങ്ങി നിന്ന് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ദാവീദിന് ഒരു കാര്യം പറഞ്ഞു, ഈ ഫെലിസ്ത്യൻ, ഈ അഗ്രചർമ്മി ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കാൻ ഇവൻ ആരാണ് എന്ന് ദാവീദ് ചോദിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ഒരു പ്രശ്നമില്ല, ഗോലിയാത്ത് ഇല്ലാത്തപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല, അവരെല്ലാം വെളിയിലുണ്ട്. ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോൾ അവര് ഓടി ഗുഹകളിൽ മറയുകയും പേടിച്ചരണ്ടിരിക്കുകയും. എന്നാൽ ദാവീദിന് അന്നൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. തന്റെ ചെറുപ്പം മുതൽ ദാവീദ് പറയും, ഒരിക്കൽ എൻ്റെ അപ്പന്റെ ആടുകളെ ഞാൻ മേയ്ക്കുമ്പോൾ, ഞാൻ ഇന്ന് നിങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ചെറിയ കാര്യങ്ങളിൽ ദൈവം ഏൽപ്പിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരാകാൻ നിങ്ങൾ തയ്യാറായാൽ വലിയ കാര്യങ്ങളെ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ പരിമേൽപ്പിക്കും. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ ഒരു സിംഹവും ഒരു കരടിയും ദാവീദിന്റെ ആടിനെ പിടിക്കാൻ വന്നു. അതിനെ പിടിച്ചു. ദാവീദ് പറഞ്ഞു, അതിന്റെ പുറകെ നിന്ന് ഞാൻ അതിന്റെ വാ വലിച്ചു കീറി ആ ആടിനെ ഞാൻ പുറത്തെടുത്തു. ദാവീദിനൊരു സാക്ഷ്യം പറയാനുണ്ട്. ദാവീദ് പറയുക, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ എന്റെ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. അചഞ്ചലമായിട്ടുള്ള ദൈവത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസം എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ, വിശ്വാസവും ഫെയ്ത്ത്ഫുൾനെസ്സും തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ വിശ്വാസം എന്ന ഗ്രീക്ക് വേർഡ് പിസ്റ്റീസ് എന്ന് പറഞ്ഞ വേർഡാണ്. ആ വേർഡ് ശരിക്കും പറയുകയാണെങ്കിൽ ഫെയ്ത്ത്ഫുൾനെസ് എന്നൊരർത്ഥവും അതിനുണ്ട്. പിസ്റ്റോസ് എന്നാണ് ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത്. ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ അചഞ്ചലമായിട്ട് നിൽക്കുക, ഉറച്ചു നിൽക്കുക, ഒരു ചലനമില്ലാതെ നിൽക്കുക. നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഒക്കെ മീറ്റിങ്ങിനൊക്കെ നമ്മൾ പറയെങ്കിലും പുറത്തിറങ്ങി കഴിയുമ്പോൾ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ചോദിച്ചാൽ ചലിക്കുന്നവരും മാറുന്നവരും, ഇന്ന് പറഞ്ഞു നാളെ വേറൊന്ന് പറയും, ഇന്ന് കണ്ട ആളല്ല നാളെ, ഇങ്ങനെ ആള് മാറിക്കൊണ്ടേ ഇരിക്കുക. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ഉറച്ചു നിൽക്കുന്നവനായിരിക്കണം. ദൈവത്തിന് ഒരിക്കലും വിശ്വസ്തരല്ലാത്ത ഒരാളെ ദൈവത്തിന് തന്റെ അധികാരവും
തന്റെ ശക്തിയും ദൈവത്തിന് അവരുടെ മേൽ പകരാൻ കഴിയുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം വാക്കു മാറത്തില്ല. സാറയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് അവൻ എണ്ണി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടോ, ദൈവം എത്ര വാക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, അത് ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം വിശ്വസ്തനാണെങ്കിൽ ആ ദൈവത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ വിശ്വാസത്തിന്റെ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ് എന്ന പാട്ട് എഴുതിയ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തനിക്ക് രോഗം വന്ന് ശാരീരിക അസ്വസ്ഥത വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ദൈവത്തിന്റെ വിശ്വസ്തത ഈസ് ഗ്രേറ്റ്. അത് വിലാപങ്ങളുടെ പുസ്തകം 3:22 ആസ്പദമാക്കിയാണ് അദ്ദേഹം ആ പാട്ട് എഴുതുന്നത്. അദ്ദേഹം ആ പാട്ട് എഴുതുമ്പോൾ ഞാൻ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ദാവീദിന്റെ ജീവിതത്തിൽ, ദാവീദിന്റെ സങ്കീർത്തനങ്ങളിലൊക്കെ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയുടെ വിശ്വസ്തത എനിക്ക് പരിചയമാണ്, യഹോവയുടെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തിന്റെ 2026 ആരംഭത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോടും ദൈവം നമുക്ക് തന്നിരിക്കുന്ന എന്ത് ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ അതിനോട് നമ്മൾ വിശ്വസ്തരായിരിക്കാൻ, ഉറച്ചു നിൽക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദാവീദ് ജയാളിയായി മാറാൻ, ദാവീദിന്റെ ജീവിതത്തിൽ താൻ ഒരു ജയാളിയായി, എല്ലാ യുദ്ധങ്ങളും ജയിക്കപ്പെട്ടവനായിട്ട് മാറാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദാവീദിനറിയാം താൻ ആരെയായിരുന്നു വിശ്വസിച്ചിരുന്നതെന്ന്. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ നടത്തുവാൻ അവൻ ശക്തനാണ്. ഒറ്റ കാര്യമുള്ളൂ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വർഷം 2026 ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, ദൈവം വിശ്വസ്തനായിരിക്കും എല്ലാ കാര്യത്തിലും. നമ്മളെ സംബന്ധിച്ച് ഹൗ വി റിയാക്ട് ടു ദാറ്റ്, ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വേദന വരുമ്പോൾ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആണോ, അതോ നമ്മൾ നാഴിക്ക് 4 വട്ടം വാക്കു മാറ്റുന്നവരാണോ, സാഹചര്യങ്ങൾ വരുമ്പോൾ മാറിപ്പോകുന്നവരാണോ, ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയുമോ? ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ ആരെ പേടിക്കും? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കും, വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കും. വിശ്വാസമുള്ളവര് എനിക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൂടി നടക്കുകയല്ല. അവരുടെ വിശ്വാസത്തിന്റെ പരിശോധനകളിൽ അവർ തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജയാളികളായ പ്രശ്നത്തിന് മേൽ ജയത്തോടെ കടന്നു വരുന്നവരായിരിക്കും. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഈ വർഷത്തില് അജ്മാനിൽ തന്നെ അനേക സഹോദരന്മാരെ ഞാൻ കണ്ടു, തീയുടെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ട് ജയാളികളായിട്ട് ദൈവത്തിന്റെ സാക്ഷ്യം പറയുന്ന ജയാളികളായിട്ട് മാറിയിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ എപ്പോഴും ജോസ് ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താൻ ഈ കഴിഞ്ഞ വർഷം കടന്നുപോയ വേദനകളുടെയൊക്കെ നടുവിൽ, പ്രതികൂലങ്ങളുടെയൊക്കെ നടുവിൽ തകരാതെ ജയാളിയായിട്ട് നിന്ന് സാക്ഷ്യം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ വിശ്വസിച്ച ദൈവം നമുക്ക് വിശ്വസ്തനാണെന്നും അവൻ എന്നെ നടത്താൻ ശക്തനാണെന്നും അവസാനം വരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിൽക്കാൻ നമുക്ക് കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 സഭകളിൽ ഏറ്റവും വിശ്വാസമുള്ള സഭ 2 സഭയായിരുന്നു. അതിലൊന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ സഭയാണ്. ആ സഭയോട് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, അവരെക്കുറിച്ച് ഒരു കുറ്റമൊന്നും പറയുന്നില്ല. കഷ്ടതയുടെ നടുവിൽ ആ സഭ ആയിരുന്നിട്ടും അവരെക്കുറിച്ച് കർത്താവ് പറയുന്നു, ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്ന സഭ ആ സഭയാ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന് കർത്താവ് ആ സഭയോട് പറയുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എത്ര പേർക്ക് ഈ പുതുവർഷത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയും? കർത്താവേ, അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് വാക്കു മാറുന്നവന്, അവിടുത്തെ വിശ്വസ്തതയാണ് എനിക്ക് പരിചയം പലകയും. അങ്ങൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങ് എന്നോടൊരു വാക്ക് കൽപ്പിച്ചാൽ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും, ഞാൻ കടന്നു പോകുന്ന വിശ്വാസത്തിന്റെ പരിശോധനകളുടെ നടുവിലും ഈ ഒരു വാക്ക് ദൈവം നമ്മളോട് പറയും, ഐ ആം ഫെയ്ത്ത്ഫുൾ, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. എത്ര പേരിന്ന് പറയും എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന്? എത്ര പേര് നിങ്ങൾക്ക് പറയാമെങ്കിൽ നിങ്ങളുടെ വാ തുറന്ന് ഈ വർഷത്തിന്റെ ആരംഭത്തിലൊന്ന് പറഞ്ഞാട്ടെ, കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ.
ഒന്നുകൂടെ പറഞ്ഞാട്ടെ, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ ഞങ്ങൾക്ക് വരത്തില്ല ഈ വർഷം. എത്ര പേര് പറയും മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ ഞങ്ങൾക്ക് വരത്തില്ല? പരീക്ഷ വന്നാൽ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. കർത്താവ് ഒരു വഴി തുറക്കും. കർത്താവ് വിശ്വസ്തനാണ്. പക്ഷെ നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. അതുകൊണ്ട് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ചില വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ധൈര്യം ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇച്ചിരി പേടിയുള്ളവനൊക്കെ ചിലരെ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട്, സാവുച്ചാനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയും, ഭയങ്കര ധൈര്യശാലിയായിരുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, വിശ്വാസം ഉണ്ടെങ്കിൽ ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ആ 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്, ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് നീ വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അതുകൊണ്ട് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ, ഈ 2026 നമ്മൾ കടക്കുമ്പോൾ, ഈ വർഷം വിശ്വാസവും അതോറിറ്റിയും, ദൈവം നമുക്ക് അതോറിറ്റി തന്ന എന്തിനാന്ന് ചോദിച്ചാൽ ജയാളികളായിട്ട് ജീവിക്കാനാ ദൈവം ഈ അതോറിറ്റി നമുക്ക് തന്നിരിക്കുന്നത്. എത്ര പേര് പറയും ദൈവം തന്നിരിക്കുന്ന കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ അധികാരം എന്തിനാ തന്നതിനാന്നറിയാവോ? അത് ചിലർക്ക് മാത്രമല്ല, ജയാളികളായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ അധികാരം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ഈ ഫെയ്ത്ത്ഫുൾനെസ്സിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ വായിക്കുന്ന യേശു പറഞ്ഞ ഉപമയുണ്ടല്ലോ, താലന്തിന്റെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരാള് ദൂരദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ ദാസന്മാരെ വിളിച്ച് ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 2, ഒരാൾക്ക് 1 കൊടുത്തിട്ട് താൻ പോയി. എന്നാൽ 5 കിട്ടിയവൻ അവൻ വ്യാപാരം ചെയ്ത് 5 നേടി. 2 കിട്ടിയവൻ വ്യാപാരം ചെയ്ത് 2 നേടി. എന്നാൽ 1 കിട്ടിയവൻ അവൻ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ അവൻ കുഴിച്ചിട്ടു. അവനൊന്നും ചെയ്തില്ല. അവന് തൻ്റെ യജമാനനെ കുറ്റം പറഞ്ഞ് അത് മാറ്റിവെച്ചു. എന്നാൽ രാജാവ് മടങ്ങി വന്നപ്പോൾ 5 താലന്ത് കിട്ടിയവൻ 5ഉം കൂടെ കൊണ്ടുവന്നപ്പോൾ ആ യജമാനൻ ഇങ്ങനെ പറഞ്ഞത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ഈസ് ഫെയ്ത്ത്ഫുൾ വാട്ട് ഗോഡ് ഹാസ് ഗിവൺ ടു ഹിം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ഫെയ്ത്ത്ഫുൾ സെർവന്റ്. തനിക്ക് ലഭിച്ചത് അവൻ ട്രേഡ് ചെയ്തു. താൻ അചഞ്ചലനായിരുന്നു. തന്നെ സംബന്ധിച്ച് ദൈവത്തിന്റെ 5 വാങ്ങിച്ചു അങ്ങ് പോകുമല്ലായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ടു ട്രേഡ് ദാറ്റ്. എന്നാൽ 2 കിട്ടിയവരും അവൻ 2ഉം കൂടെ നേടി. അവനോടും കർത്താവ് പറഞ്ഞത് ഇങ്ങനെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. എന്നാൽ 1 കിട്ടിയവനെ കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നത്, ദുഷ്ടനും മടിയനുമായ ദാസനെ. ഹി ഈസ് നോട്ട് ഫെയ്ത്ത്ഫുൾ ഇൻ വാട്ട് ഗോഡ് ഹാസ് ഗിവൺ ടു ഹിം. അവൻ ഒട്ടും വിശ്വസ്തനല്ലായിരുന്നു. തനിക്ക് ലഭിച്ചത്, ഈ വിശ്വസതയില്ലാത്തവരുടെ ഒരു സ്വഭാവം മടിയാ. മടി കാരണമാണ് നമുക്ക് പലപ്പോഴും വിശ്വസതയില്ലാത്ത. മടിയാ, ഭയങ്കര മടിയാ. അവൻ മടിയാണ്, അവന് ജോലി ചെയ്യാനും മടിയാണ്, അവന് ഒന്നിനും ചെയ്യാൻ മടിയാണ്. എന്നാൽ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ, ഹൗ മെനി ഓഫ് യു വാണ്ട് ടു ബി ഫെയ്ത്ത്ഫുൾ ഇൻ ഫെയ്ത്ത്? വിശ്വാസത്തിൽ വിശ്വസ്തരാകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിൽ കർത്താവ് നിങ്ങളെ വിചാരകനാക്കും. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ശക്തിയോടെ മുന്നേറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്പകാര്യങ്ങളിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാനായിട്ട് കഴിയണം. ഞാൻ പറഞ്ഞല്ലോ, അതോറിറ്റി ദൈവം തരുന്നത് എന്തിനാന്ന് വെച്ചാൽ ജയാളികളായിട്ട് ജീവിക്കാനാ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, കാറ്റേ അടങ്ങുക എന്ന് കൽപ്പിക്കാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജയാളികളാകണോ? യൂസ് യുവർ അതോറിറ്റി. യേശുവിലൂടെ നമുക്ക് ലഭിച്ച അതോറിറ്റിയെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ വിശ്വാസ വീരന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, ഐ വാണ്ട് ടു ബി ഫെയ്ത്ത്ഫുൾ ഇൻ മൈ ഫെയ്ത്ത്. എത്ര പേര് പറയും, വാതുറന്നൊന്ന് പറഞ്ഞാട്ടെ, എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കും എന്ന് പറഞ്ഞാട്ടെ. അല്പമേ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളെങ്കിലും ഐ വാണ്ട് ടു ബി ഫെയ്ത്ത്ഫുൾ ഇൻ ഇറ്റ്. ഞാൻ മാറാത്തവനായിട്ട് നിൽക്കും. രാവിലെ തീരുമാനമെടുക്കും, വൈകിട്ട് തീരുമാനം മാറ്റും, മറ്റന്നാൾ വേറൊരു തീരുമാനം എടുക്കും, അത് കഴിഞ്ഞ് മാറ്റും. അങ്ങനല്ല. കർത്താവെ, വിശ്വസ്തനാണെങ്കിൽ കർത്താവ് നമുക്കതിന് കൃപ തരും, കർത്താവ് അതിന് ശക്തി തരും. വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ഒരു ശുശ്രൂഷ പോലും കർത്താവ് കൊടുക്കുന്നത് വിശ്വസ്തദാസന്മാരെ ഫലമേൽപ്പിക്കാനാവുന്നത്. അതിനാ കർത്താവ്
ഈ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നിങ്ങൾ ആരും ചിന്തിക്കരുത് എല്ലാം ശുഭമൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷെ കാര്യങ്ങൾ ഗോഡ് വിൽ ടെസ്റ്റ് us. വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്നാണ് വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നുപോയ തീയുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നുപോയ, സഹിച്ചാൻ ഓർപ്പിച്ചതുപോലെ ആനയ്ക്ക് വലിയ ഭാരവും ഉറുമ്പിന് അരിഭാരവും എന്ന് പറഞ്ഞതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ വിശ്വാസത്തിന്റെ പരിശോധനയിൽ വിശ്വസ്തരായിരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വലിയ മുന്നേറ്റത്തെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. അതുകൊണ്ട് ഞാൻ അജുമാൻ അതിലുള്ള പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും ഞാൻ പറയട്ടെ, ഈ വർഷം നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങളുടെ അതോറിറ്റി, അതോറിറ്റി കർത്താവ് തന്നത്. പ്രാർത്ഥിക്കുമ്പോൾ യു ക്യാൻ യൂസ് യുവർ അതോറിറ്റി. എന്തിനാന്ന് ജയാളികളായിട്ട് ജീവിക്കാൻ കർത്താവ് നമ്മളെക്കുറിച്ചായിരിക്കുന്നു. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ കർത്താവ് തന്ന അധികാരങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ കർത്താവിന്റെ വിശ്വസ്തതയോർത്ത് കർത്താവിനെ നമ്മൾ സ്തുതിക്കുന്നവരായിരിക്കണം. കർത്താവിന്റെ വിശ്വസ്തതയോർത്ത് കർത്താവിനോട് നന്ദി പറയുന്നവരായിരിക്കണം. കർത്താവ് വിശ്വസ്തനാണ്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ആ ദിവസം വരെ നമ്മളെ നടത്താൻ ശക്തനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ പ്രതികൂലങ്ങളുടെ വിശ്വാസത്തിന്റെ ശോധനയുടെ നടുവിൽ നമുക്ക് ധൈര്യമായിട്ടിരിക്കാനായിട്ട് കഴിയും. അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിങ്ങളെ അധികത്തിൽ വിചാരകനാക്കും. അതുകൊണ്ട് ദാവീദ് ഇതിൻ്റെ ജീവിതം നമുക്കൊരു ഉത്സാഹമായിട്ട് തീരട്ടെ. ദാവീദ് പറഞ്ഞതുപോലെ, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ്, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും? മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? ദൈവത്തെ വിശ്വാസമുള്ളവന്, ദൈവത്തെ ഭയപ്പെടുന്നവന് വേറെ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ വർഷം 2026 അജ്മാൻ സഭയിലുള്ളവരോട് പറയട്ടെ, വിശ്വാസത്തിന്റെയും അതോറിറ്റിയുടെയും ഒരു വർഷമായിട്ട് ഇത് തീരട്ടെ. ജയാളികളായിട്ട് നിങ്ങൾ മാറട്ടെ. യൂസ് യുവർ അതോറിറ്റി, ബി ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്. അത് നമ്മൾ ആ സഭയോട് പറഞ്ഞതുപോലെ ഫെയ്ത്ത്ഫുൾ അൺ ടു ഡെത്ത്, മരണത്തോളം വിശ്വസ്തരായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകൾ ഒരു നിമിഷം അടച്ചാട്ടെ. ഞാൻ അധികം കണ്ടിന്യൂ ചെയ്യുന്നില്ല. നിങ്ങളാരും നിരാശയോടെ ഇരിക്കേണ്ട. ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലം ഒന്നും, വീഡിയോ ഒന്നും ശരിയായില്ലെന്ന് പറഞ്ഞാൽ ആരും അന്യോന്യം കുറ്റം പറയുവോ ഒന്നും ചെയ്യണ്ട. സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ വിശ്വാസത്തോടെ, ഉത്സാഹത്തോടെ ഈ വർഷത്തിലേക്ക് കിടക്കാം. കണ്ണുകൾ അടച്ചാട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും വാ തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, യു ആർ ഫെയ്ത്ത്ഫുൾ. കർത്താവെ, കഴിഞ്ഞ വർഷം അവിടുന്ന് വിശ്വസ്തനായിരുന്നു, ഈ വർഷവും അവിടുന്ന് ഞങ്ങൾക്ക് വിശ്വസ്തനാണ്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. നന്ദി പറഞ്ഞത് കർത്താവെ, നീ വിശ്വസ്തനാണ്, നീ വിശ്വസ്തനാണ്, നീ വിശ്വസ്തനാണ്. ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ വർഷത്തിൽ കർത്താവെ, ഞങ്ങൾ ഈ വർഷം ഞങ്ങളുടെ വിശ്വാസത്തിൽ വിശ്വസ്തരായിരിക്കാൻ, ഞങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കാൻ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ വിശ്വസ്തരായിരിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശ്വസ്തരായിരിക്കാൻ, ജയാളികളാകുവാൻ ഈ വർഷത്തിൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ചേർന്നൊരു നിമിഷം എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്ട്രെങ്തൻ us Lord. ഞങ്ങളെ അതിനായിട്ട് ബലപ്പെടുത്തണം, അതിനായിട്ട് ഞങ്ങളെ ശക്തീകരിക്കണം. ഈ വർഷം ജയത്തിന്റെയും വിശ്വാസത്തിന്റെയും വിശ്വസ്തതയുടെയും ഒരു വർഷമായിട്ട് ദൈവം തീർക്കുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഒന്നിച്ച് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഒരു വലിയ മാറ്റം, വലിയ ഉണർവ് ഈ വർഷങ്ങളിൽ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. വിശ്വസ്തരെ ദൈവം എഴുന്നേൽപ്പിക്കണം. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് തരുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. അവസരത്തിനായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.